ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു സ്ക്രഞ്ചീസ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതേപോലത്തെ ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. പൊതുവേ സാറ്റിൻ്റെ ക്ലോത്താണ് നല്ലത്. ഞാൻ ഇതേപോലത്തെ ക്ലോത്ത് രണ്ടായിട്ട് മടക്കി ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 2 ഫോൾഡിൽ 17 ഇഞ്ച് ലെങ്ത്താണ് ഉള്ളത്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത്തായിട്ട് 17 + 17 34 നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഞാൻ ഇതേപോലത്തെ ക്ലോത്ത് രണ്ടെണ്ണം ജോയിൻ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഒറ്റ അടിക്ക് 34 ഇഞ്ചുള്ള പീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്ലോത്ത് നല്ല വശത്തേക്ക് മടക്കിക്കൊണ്ട് ഈ ഭാഗം ഒന്ന് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ സെൻറ്റർ പീസ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതേപോലെ രണ്ടായി മടക്കുക. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്തതിന് ശേഷം താഴത്തെ പീസും മുകളിലത്തെ പീസും ഒരുമിച്ച് വരുന്ന വിധത്തിൽ ഇതേപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം നമുക്ക് മുകളിലായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉള്ളിലിട്ട പീസിലേക്ക് സ്റ്റിച്ച് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കേണ്ടത് ഉള്ളിലുള്ള ക്ലോത്തിൽ സ്റ്റിച്ച് കൊള്ളാതെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. അതിനുശേഷം എൻഡിലെത്തുമ്പോൾ ഉള്ളിലുള്ള പീസ് ഒന്ന് ചെറുതായിട്ട് പുറത്തേക്ക് വലിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീണ്ടും ഇതേപോലെ തുടരുക. അവസാനം നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോയിൻറ്റിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോൾ ഇതേപോലെ സ്റ്റോപ്പ് ചെയ്യുക. അവിടെ ലോക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ഇതേപോലെ ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമുക്ക് ഇനി എലാസ്റ്റിക് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഗ്യാപ്പ് ഇതാണ്. ഇതിലെ കൂടിയാണ് നമ്മൾ ഉള്ളിലുള്ള ക്ലോത്ത് പുറത്തേക്ക് എടുക്കേണ്ടത്. ഇതേപോലെ ഉള്ളിലുള്ള ക്ലോത്ത് വളരെ സാവധാനത്തിലേക്ക് മുഴുവനായിട്ടൊന്ന് പുറത്തേക്ക് എടുക്കുക. ഞാൻ എടുത്ത ക്ലോത്ത് അത്യാവശ്യം നൂല് വലിയുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടണിലോ സാറ്റിനോ റയോൺ അങ്ങനെ ഏത് ക്ലോത്തിൽ വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കൂടി നമുക്ക് ഇനി ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്തായിട്ട് ഞാൻ 7 ഇഞ്ചോളാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കൂടി നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം. അങ്ങനെ നമുക്കിനി ഇലാസ്റ്റിക് ജോയിൻ ചെയ്തെടുക്കാം. ഇലാസ്റ്റിക്കിൻ്റെ രണ്ട് അറ്റങ്ങൾ ഒരുമിച്ച് വെച്ചുകൊണ്ട് നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2-3 സ്റ്റിച്ച് കൊടുക്കുക. ഇനി നമുക്ക് എലാസ്റ്റിക് ഉള്ളിലാക്കിക്കൊണ്ട് ചുരുക്കുകളൊക്കെ ഒരേപോലെ വരുന്ന വിധത്തിൽ ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത ആ സ്ഥലത്ത് ഒന്ന് ഉള്ളിൽ ക്ലോത്താക്കി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതും കൂടി കഴിഞ്ഞ് നമ്മൾ സ്ക്രഞ്ചീസ് റെഡിയായി. ഇതേപോലെ ഉള്ളിലേക്ക് ക്ലോത്ത് മടക്കിക്കൊണ്ട് നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം.